എന്നിവയിലൂടെ ഈ ശ്വാസകോശ രോഗത്തെ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും. ഹെൽത്ത് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ചൂട് വർദ്ധിക്കുമ്പോൾ ആരോഗ്യ സംരക്ഷണം പോലെ തന്നെ പ്രധാനമാണ് ചർമ്മ സംരക്ഷണവും. സൗന്ദര്യ സംരക്ഷണത്തിനായി പല ക്രീമുകളും ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാം ഇനി. ആഹാരം ക്രമപ്പെടുത്തിയും ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് നിലനിർത്തിയുമാണ് ആളുകൾ ചൂടുകാലം തള്ളി നീക്കുന്നത്. ആരോഗ്യത്തോടെ ഇരിക്കാൻ ചൂടിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ ചൂടിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കാമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ സൺസ്ക്രീൻ വെറുതെ ഉപയോഗിച്ചാൽ പ്രയോജനം ലഭിക്കില്ല. ഇത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കണം. ശരീരത്തിനാവശ്യമായ വിറ്റാമിൻ ഡിയുടെ ഉറവിടമാണ് സൂര്യരശ്മികൾ. എന്നാൽ സൺസ്ക്രീൻ ലോഷനുകൾ പുരട്ടാതെ സൂര്യന്റെ വെയിൽ അമിതമായി കൊള്ളുന്നത് നല്ലതല്ല. സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് രശ്മികൾ അമിതമായി ഏൽക്കുമ്പോഴുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നു. സൺസ്ക്രീൻ വെയിലത്ത് മാത്രമല്ല എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന ചർമ്മ സംരക്ഷണ വസ്തുവാണ്. സൺസ്ക്രീൻ ഇടാതെ പുറത്തു പോകുന്നത് സൂര്യതാപത്തിന് കാരണമാവുകയും ചർമ്മത്തിൽ ചുവന്ന തടിപ്പ്, നിറമങ്ങൽ, ചൊറിച്ചിൽ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യാം. സൺസ്ക്രീൻ ലോഷനുകൾ പതിവായി ഉപയോഗിക്കുന്നത് അകാല വാർദ്ധക്യത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നതായി ചില പഠനങ്ങൾ പറയുന്നു. SPF 40 മുകളിലുള്ള ഏത് സൺസ്ക്രീനും നല്ലതാണ്. SPF 50 ആണ് ഉത്തമം. സൺസ്ക്രീനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറഞ്ഞത് SPF 30, സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, അവോബെൻസോൺ ചേരുവകളുമുള്ളത് എടുക്കുക. SPF ഉയരുന്നതിനനുസരിച്ച് സൺസ്ക്രീനിന്റെ കട്ടിയും കൂടും. പുറത്തേക്കിറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും സൺസ്ക്രീൻ പുരട്ടണം. ഹെൽത്ത് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാന പടയപ്പയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലെ തേയിലത്തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ആന RRT സംഘത്തിന്റെ